ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ കോഡിംഗ് മാരത്തോൺ ക്ലാസ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ എന്താണ് നമ്മൾ ഹെഡർ ഓൾറെഡി നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, HTML അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ CSS നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ CSSൽ നമുക്കെന്താണ് ഈ ഹെഡറിനും ഈ ബാക്ക്ഗ്രൗണ്ട് കളറിനും നമ്മൾ ഇവിടെ കണ്ട പോലെ ഉള്ള CSS നമുക്ക് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഈ ഐഡിയ നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഐഡിയ ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്, ഹെഡറിനെ കൊടുത്തിട്ടുള്ളത്. ഈ ഐ ഡി നമ്മൾ കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സെയിം ഐഡിയയിൽ നമുക്ക് എന്ത് ചെയ്യാം, CSSും അപ്ലൈ ചെയ്യാം, അതിൻ്റെ ജാവാസ്ക്രിപ്റ്റും അപ്ലൈ ചെയ്യാം. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ID യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് കണ്ടെയ്നർ കഴിഞ്ഞ് ടോപ്പ് നാവിഗേഷൻ്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് പറയാണ്, നമുക്ക് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്തു, ഡോട്ടല്ല നമ്മൾ ഹെഡറാണ് ഇടുന്നില്ലേ, അപ്പോൾ ID ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹാഷ് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, IDയെ നമ്മളുടെ CSSൽ നമ്മൾ കോൾ ചെയ്യുക. ക്ലാസ് ആണെങ്കിൽ ഇവിടെ ഡോട്ട് ഓപ്പറേറ്റർ ഇടുക, അല്ലെങ്കിൽ ഹാഷ് ഓപ്പറേറ്റർ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ID ആണോ ക്ലാസ് ആണോ എന്നുള്ളത് നമ്മൾ CSSന് പറഞ്ഞു കൊടുക്കണം. ഇനി ഒരു വിഡ്ത്തും ഹൈറ്റും ഞാൻ എന്ത് ചെയ്തു, ഇവിടെ സെറ്റ് ചെയ്തു. സോ നമുക്ക് ഒരു വിഡ്ത്തും ഹൈറ്റും ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ വിസിബിൾ അല്ലാത്ത എന്താ വെച്ചാൽ അത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ടാണ്. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും കൂടെ ഞാൻ എന്ത് ചെയ്തു, ഇതിന് അപ്ലൈ ചെയ്ത് ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട്. സോ നമുക്ക് ഒരു ലൈറ്റ് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റി. ഇനി നമുക്ക് വേണ്ടത്, ഇതിനെ നമ്മൾ സാധാരണ കേസിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 ആട്രിബ്യൂട്ട് നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യാണ്. ഡിസ്പ്ലേ ഫ്ലെക്സ്, അലൈൻ ഐറ്റംസ് സെൻറ്റർ, ജസ്റ്റിഫൈ കണ്ടൻറ് സെൻറ്റർ, ഇതെന്തിനാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ആ ഒരു ഡിവിഷൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്, ഇത്തരത്തിലുള്ള ഈ 3 ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ അതിൻ്റെ ഒരു ഫോണ്ട് സൈസ് ഞാനൊന്ന് കുറച്ച് വലുതാക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഫോണ്ട് വെയിറ്റ് ഒന്ന് ബോൾഡാക്കി കൊടുക്കുന്നു. ഓക്കെ, ഹെഡർ സെലക്ഷൻ ഇങ്ങനെ വന്നോ, അതിന് അണ്ടർലൈൻ വീണിരിക്കുന്നത് എന്താണെന്നുള്ളത് നോക്കട്ടെ. യെസ്, നമ്മുടെ മുന്നത്തെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഈ ഏനെ ക്ലോസ് ചെയ്തിട്ടില്ല. ഈ ഏനെ എവിടെയാണ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത്, ഈ ലിസ്റ്റ് ഐറ്റത്തിന് ഞാൻ കഴിഞ്ഞതിന് ശേഷം ഒരു നമ്മൾ ക്ലോസ് ചെയ്യാൻ വിട്ടുപോയി. സോ ആ ഏനെ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇതിനെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതിന് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്യാം. ഇപ്പോൾ ആ ലൈന് അണ്ടർലൈൻ ഇവിടെ നിന്ന് പോയി. ഓക്കെ, ഈ ഏനെ ക്ലോസ് ചെയ്യാത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. സോ അതിന് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ വരാം. ഇനി നമ്മൾ ബട്ടൺ കളർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ടല്ലേ നമ്മളെ ബട്ടണിന് വേണ്ടിയിട്ട്, ഈ BC എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട്. സോ അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഈ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങോട്ട് അലൈൻ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം, അതിനൊരു ഗ്രേഡിയൻറ്റ് സ്റ്റൈലൊക്കെ കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് പറഞ്ഞു, നമ്മളുടെ .btn കളർ എന്ന് പറഞ്ഞു. ഇനി അതിലേക്ക് ഞാൻ എന്ത് പറയാണ്, അതിൻ്റെ നമുക്കെന്ത് വേണ്ട, പോയിൻ്റ്. ഓക്കെ, ഞാനെന്ത് പറഞ്ഞു, അതിനൊരു 16 പിക്സൽ നമ്മൾ സൈസ് കൊടുത്തു. അതിനൊരു പാഡിങ് കൊടുത്തു. പിന്നെ കഴ്സർ പോയിൻ്റ് കൊടുത്തു. കഴ്സർ പോയിൻ്റ് എന്തിനാ വെച്ചാൽ നമ്മളിവിടെ ഹവർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കഴ്സർ നമുക്ക് ഹാൻഡി കഴ്സറായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഇപ്പോൾ അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം അല്ലേ. സോ ഞാൻ എന്ത് ചെയ്തു, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അപ്ലൈ ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു. അതിൻ്റെ ലീനിയർ ഗ്രേഡിയൻറ്റ് ഇങ്ങനെയാണ് കൊടുക്കുക, ടു റൈറ്റിൽ നിന്ന് ബ്ലൂ സ്റ്റാർട്ട് ചെയ്തിട്ട് റെഡിലേക്ക് ഒരു ഗ്രേഡിയൻ്റാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളുടെ HTML വന്നതിന് ശേഷം നമുക്ക് ഈ BC എന്നുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് വേണ്ട. പകരം അതിനെന്ത് ചെയ്യാം, നമുക്ക് ഒരു ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഈ ബട്ടൻ്റെ വിഡ്ത്ത് ഒരു 20 പിക്സൽ എന്ന് പറഞ്ഞു കൊടുത്തു, ബട്ടൻ്റെ ഹൈറ്റ് ഒരു 20 പിക്സൽ എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ബട്ടൻ്റെ വിഡ്ത്തും ഹൈറ്റും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനൊരു ഔട്ട്ലൈൻ വരുന്നുണ്ട്. ഔട്ട്ലൈനെ 0 ആക്കി. പിന്നെ എന്ത് ചെയ്തു, അതിൻ്റെ ബോർഡറിൻ്റെ 1 പിക്സൽ സോളിഡ് വൈറ്റ് എന്ന് കൊടുത്തു. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ റൈറ്റിലേക്ക് കൊണ്ടുവരണം. ഇതിൻ്റെ റൈറ്റിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എന്തിൻ്റെ റൈറ്റിലേക്കാണോ കൊണ്ടുവരേണ്ടത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, പൊസിഷൻ റിലേറ്റീവ് കൊടുക്കണം. ഇതിൻ്റെ റിലേറ്റീവായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ബട്ടനെ കൊണ്ടുവരേണ്ടത്. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്,
അവിടെ റിലേറ്റീവ് മാത്രം കൊടുത്താൽ പോരാ, എന്തിനെയാണോ നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ പൊസിഷൻ നമ്മൾ എന്താക്കി കൊടുക്കണം, ആബ്സല്യൂട്ട് ആക്കി കൊടുക്കണം. ഇപ്പോൾ എന്ത് ചെയ്തു, അത് ഇവിടെ ഇങ്ങനെ കറക്റ്റ് സെൻറ്ററായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഇനി നമുക്ക് എന്താണ് അതിൻ്റെ ടോപ്പും ലെഫ്റ്റും എന്ത് ചെയ്യണം, ഒരു 10 പിക്സൽ ഞാൻ എന്ത് ചെയ്യാണ് ഇവിടെ അപ്ലൈ ചെയ്യാണ്. ഇതിൻ്റെ ഇവിടെ ഒരു സ്പേസ് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 10 പിക്സൽ ഇട്ടിട്ടില്ല വിചാരിച്ചോ, ഇപ്പോൾ ഞാൻ ടോപ്പും ലെഫ്റ്റും 0 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് കറക്റ്റായിട്ട് ആ ഒരു പൊസിഷൻ റിലേറ്റീവായിട്ട് കറക്റ്റ് ഒട്ടി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു പാഡിങ് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ടോപ്പിൽ ഒരു 10 പിക്സലും ലെഫ്റ്റിൽ ഒരു 10 പിക്സലും കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇതിൻ്റെ കളർ മാറി വരണം. ആ കളർ മാറി വരുന്നത് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, നമ്മളുടെ ജാവാ സ്ക്രിപ്റ്റിൽ നമുക്ക് അത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ജാവാ സ്ക്രിപ്റ്റ് എന്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ അതിനെ മാറ്റുന്നു എന്നുള്ളത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടാസ്ക് ജാവാ സ്ക്രിപ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ തംബ്നെയിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതും കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ഗായ്സ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.